തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് BS സുനിൽകുമാർ രാജിവെച്ചു. സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സൂപ്രണ്ടിന്റെ രാജി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഹാൻസ് ജോണോട് തിരുവനന്തപുരത്ത് നിന്നും. ഹാൻസ്, ഈ ഉപകരണക്ഷാമ പ്രതിസന്ധി അടക്കം വലിയ പ്രതിസന്ധികൾ നേരിടുന്ന മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരത്തേത്. ഇപ്പോൾ സൂപ്രണ്ടിന്റെ രാജിയിലേക്ക് നയിക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? അരുണ്യ, തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപകരണക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാം വലിയ തലവേദനയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് DME മുഖാന്തരം ഇപ്പോൾ ആരോഗ്യ വകുപ്പിനും സൂപ്രണ്ടിന്റെ രാജി ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ രാജിക്കത്തിൽ അദ്ദേഹം, ഈ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ BS സുനിൽകുമാർ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ന്യൂറോ സർജനാണ്. ഈ സൂപ്രണ്ടിന്റെ ചുമതല മൂലം തനിക്ക് തന്റെ ന്യൂറോ സർജൻ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ രാജിക്കത്തിൽ ഈ ഒരു കാര്യമാണ് പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത്തരത്തിൽ ഉപകരണക്ഷാമവും ഈ സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മൂലമാണ് അദ്ദേഹം ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ല. വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു വ്യക്തിയെ ഈ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ രാജി അംഗീകരിക്കൂ എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അരുണ്യ, സാമ്പത്തിക പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചിട്ടുണ്ടെന്ന കൂടി വിവരമാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ നൽകിയത് ഹാൻസ് ജോണാണ്.